ഞാനൊരു രൂപത്തെ കണ്ടു. സ്വപ്നത്തിലാണ് കണ്ടതെങ്കിലും എനിക്ക് ഈ വീട്ടിൽ എന്തോ പ്രശ്നമുള്ള പോലെ തോന്നി. ശ്രേയ വന്നിട്ട് നമുക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കാം. എന്നോട് പറയാൻ ശ്രേയ നീ സൊല്യൂഷൻ കണ്ടെത്തിക്കോളും. നമുക്കറിയുന്നത് ഇപ്പം 2 കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, ആ കൊടയം പിടിച്ചു വന്നത് ആര്? മോളിത്തെ റൂമിൽ എന്താണുള്ളത്? പിന്നെ ഈ വീടിന്റെ രഹസ്യം നമ്മൾ അറിയണം. അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ വീടിൻ്റെ രഹസ്യം കൂടി നമ്മൾ അറിയണം. പക്ഷെ നമ്മൾ ആരോണ്ടാ ചോദിക്കുക? ഈ പരിസരത്താകെ ആ വീട് മാത്രമുള്ളൂ. പക്ഷെ അവിടെ ആൾക്കാരുണ്ടോ നമുക്ക് അറിയില്ല. ആരും ഇതുവരെയായിട്ട് നമ്മൾ ആരും കണ്ടിട്ടില്ല. ചിലപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിലോ, അവര് പുറത്തിറങ്ങാക്കുന്ന ആരെങ്കിലും. അത് പറഞ്ഞതും ശരിയാ. ചിലപ്പോൾ അവർ പുറത്തിറങ്ങാത്തതായിരിക്കും. ഒന്നില്ലെങ്കിൽ ശ്രേയ വന്നിട്ട്. അതിനു മുമ്പ് നമുക്ക് ആ വീട്ടിൽ പോകണം. ശ്രേയ വന്നിട്ട് ചെയ്യാം. എന്നാ അത് മതി. നമ്മൾ മോളിൽ പോണ സമയത്താണ് ആ ബെല്ല് വന്നത്. ഇനി ചിലപ്പോ അത് ആ വീട്ടിലുള്ള ഏതെങ്കിലും ആന്റി ആണെങ്കിലോ? ആ വീട്ടിലത്തെ ആന്റി ആണെങ്കിൽ ആന്റിക്ക് മുഖം കാണിക്കാലോ. എന്തുകൊണ്ട് കാണിച്ചില്ല? ഇത് അറിഞ്ഞേ പറ്റുള്ളൂ. എടി കോളിംഗ് ബെല്ല്. എടി ഇനി അത് ആ ചേച്ചിയാണോ? ഏത് ചേച്ചി? ഇനി ആ കൊടയും പിടിച്ച് വന്ന ചേച്ചിയാണോ അത്? ആ ചേച്ചി അല്ലേ? നീ എന്നാ കടുക് തുറക്ക്. എന്നാ ഞാൻ പോയി കഥ തുറന്നിട്ട് വരാം. ഏതാ ചേച്ചി നോക്കണം. ചേച്ചി എങ്ങനെ പ്രതീക്ഷയെ? ചേച്ചി എവിടെ പോയി? എടി നീ ശ്രദ്ധിച്ചില്ലേ? പെട്ടെന്നല്ലേ പോയത്? അത് കണ്ട ഞാൻ ഷോക്കായത്. ഇന്നലെ എന്തൊക്കെ പ്രശ്നമുണ്ട് കേട്ടാ. എടി എനിക്കും തോന്നുന്നുണ്ട്. എടി നമുക്ക് പോയി കുളിക്കാം. കുളിക്കാം. നീ ഞാൻ ഇന്ന് കുറെ നോക്കി. ഞാൻ ആ കൊടയും പിടിച്ചു വന്ന സ്ത്രീനെ പറ്റി ആലോചിച്ചിരിക്കുന്നു. നീ അത് വിട്ടില്ലേ? ശ്രേയ വന്നിട്ട് തീരുമാനിക്കാം. ശ്രേയ വന്നിട്ട് തീരുമാനിക്കാല്ലേ? അത് മതി. ആ ചേച്ചി വന്നതാ തോന്നുന്നേ. എനിക്ക് ഉറപ്പാ ആ ചേച്ചി തന്നെയാ. ആ ചേച്ചി അവിടെ നിൽക്കുന്ന. ആ ചേച്ചി ഞാൻ പെട്ടെന്ന് പോയി ഞാൻ ചെല്ലട്ടെ. പ്രാണം പിടിക്കാണ്ടിരിക്കേ. അവര് നമ്മൾ കൊല്ലൊന്നുമില്ലല്ലോ. അത് ആരാണ് പോലും നമുക്കറിയില്ലല്ലോ. പിന്നെ നമ്മൾ എന്തിനാ പേടിക്കണേ? നീ പറഞ്ഞതും ശരി. എന്നാ ഞാൻ പോവാ. കഴിഞ്ഞ 2 വട്ടം നീ ഒറ്റയ്ക്കല്ലേ പോയത്. ഈ വട്ടം ഞാൻ വരും. ചേച്ചി ആരാ? ഞങ്ങൾക്കറിഞ്ഞേ പറ്റൂ. ചേച്ചി ആരാ? പെട്ടെന്ന് പറയോ. ചേച്ചി ആരാ? ആറ്റുകൊടാ. ഇതിനുള്ള ശിക്ഷ നിനക്ക് കിട്ടും. നമുക്ക് പോവാം. ഈശ്വര, ആ സ്ത്രീ പറഞ്ഞതാ ശരിയാക്കുന്നു. അയ്യോ, ഇവിടെ പോയി കിടക്കുക. എനിക്കിവിടെ എവിടെയാന്ന് പോലും അറിയില്ല. ഇവിടിട്ട് പൂട്ടിയാക്കാണല്ലോ. ഞാൻ എന്ത് ചെയ്യും? ഞാൻ എങ്ങനെ പുറത്തോട്ട് പോവും? അച്ഛനെ ഞാൻ എങ്ങനെ അറിയിക്കും? തുറക്കണേ. അയ്യോ, സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ. അച്ഛനെ കേട്ടു ഞാൻ തോന്നുന്നു. അച്ഛനെ, ഞാൻ ഗൗരി, എന്നെ രക്ഷിക്ക്. ആ സ്ത്രീ എന്നെ റൂമിലിട്ട് പൂട്ടി. അച്ഛനെ രക്ഷിക്ക്. ഇതിനുള്ള ഗൗരി ഉണ്ടെന്നാ തോന്നുന്നത്. അയ്യോ, തുറക്കാൻ പറ്റുന്നില്ലല്ലോ ഈശ്വര. എന്റെ കണ്ണ, ഇത് എന്ത് പരീക്ഷണ? ഗൗരി, ഇനി തുറക്കാൻ പറ്റുന്നില്ലടി. നിങ്ങൾക്കിത് കേൾക്കാമോ? അച്ഛനെ എനിക്ക് കേൾക്കാം.
മോളെ നിനക്ക് രക്ഷപ്പെടുത്താൻ പറ്റില്ല, ഇത് പൂട്ടിയത് ഞാനാ. സ്ത്രീയാന്ന് തോന്നുന്നു പൂട്ടിയത്. ഇനി എനിക്കിത് തുറക്കാൻ പറ്റില്ല. ഞാൻ എന്ത് ചെയ്യും? ഗൗരി, നിന്റെ കയ്യിൽ എന്തെങ്കിലും ഐഡിയ ഉണ്ടോടി? എപ്പോഴും നിന്റെ കൂടെയുള്ള കണ്ണനെ പോയി പാടത്തേക്ക്. അസുരന്റെ തലയറത്ത്